അമിതമായ വിമാനയാത്രാ കൂലി വിഷയത്തിൽ പാർലമെന്റ് കമ്മിറ്റി ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരത്തിന് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്ന് കെ മുരളീധരൻ MP. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ നടത്തിയ പ്രവാസി ഭാരതീയ ദിനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. ഇൻഡോ അറബ് കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രവാസി ഭാരതീയ ദിനം കെ മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. വോട്ടവകാശ വിഷയത്തിൽ പ്രവാസികളേറെ അവഗണനയാണ് നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത പ്രവാസി ദിനത്തിലെങ്കിലും പ്രവാസികളുടെ വിഷയങ്ങളിൽ പരിഹാരമുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയമങ്ങളും സഹായങ്ങളൊക്കെ പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് പലപ്പോഴും അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ടാകും. ഇതൊക്കെ പരിഹരിച്ച്, കാരണം നമ്മുടെ കേരളത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് വരുന്ന വരുമാനം, പിന്നെ വരുമാനം എന്ന് പറഞ്ഞാൽ ടൂറിസത്തിന്റെ വരുമാനമുണ്ട്. ഇപ്പോൾ അത് ശരിയാണ്. അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മുടെ മുഖ്യ വരുമാനം എന്ന് പറയുന്നത് വിദേശങ്ങളിൽ ജോലിയെടുക്കുന്ന നിങ്ങളുടെ കുടുംബക്കാരും ഒക്കെ അയച്ചു തരുന്ന കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്തിന്റെ വരുമാനം. അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ അവരെ സഹായിക്കുന്ന കാര്യത്തിൽ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണ്. ഏതായാലും അടുത്ത പ്രവാസി ദിനമാകുമ്പോഴേക്കും കുറച്ചൊക്കെ പരിഹാരം ഉണ്ടാവട്ടെ എന്ന് കൂടെ ആശംസിച്ചുകൊണ്ട് ഈ പ്രവാസി ദിനം അവാർഡ് ചടങ്ങൊക്കെ ഉദ്ഘാടനം ചെയ്തതായി സന്തോഷം അറിയിച്ചുകൊണ്ട് മാക് ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ കെ മുസ്തഫ, യൂണിമണി വൈസ് പ്രസിഡന്റ് ആൻഡ് സോണൽ ഹെഡ് പി സുനിൽ ബാബു, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ഫിറോസ് ഖാൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് രൂപേഷ് കോളിയോട്ട് എന്നിവർ കെ മുരളീധരനിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ജന്മഭൂമി ന്യൂസ് എഡിറ്റർ എം ബാലകൃഷ്ണന് വേണ്ടി ഫോട്ടോഗ്രാഫർ ദിനേശിന് ആറ്റക്കോയ പള്ളിക്കണ്ടി പുരസ്കാരം സമ്മാനിച്ചു. PTA റഹീം MLA അധ്യക്ഷത വഹിച്ചു. കോൺഫെഡറേഷൻ പ്രസിഡന്റ് MV കുഞ്ഞാമു, KT വാസുദേവൻ, PT നിസാർ, K ജയന്ത്കുമാർ, ജനറൽ സെക്രട്ടറി ആറ്റക്കോയ പള്ളിക്കണ്ടി, കോയട്ടി മാളിയേക്കൽ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ ഉഴപ്പിയാൽ വ്യക്തികൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും പണം നഷ്ടമാകുമെന്ന്